ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന നമ്മുടെ അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടാണ്. അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിനിമ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോയത്. അതുപോലെ തന്നെ ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതും കൊണ്ടാണ് ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബേസിൽ നായകനായിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബേസിൽ ഒരു മിനിമം ഗ്യാരണ്ടി നടനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ നമ്മുടെ VB മാളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. തീ സാധനം എന്നൊക്കെ പറഞ്ഞാൽ തീ സാധനമായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ DOP ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. ഒന്നും പറയേണ്ട, വേറെ ലെവലിൽ കിഡു ഫ്രെയിമുകളുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതായത് ഒരു സംഭവം നിന്ന് കത്തുന്നൊരു സീനൊക്കെ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ. അതുപോലെ തന്നെ പോലീസുകാരുടെ ജീപ്പിന്റെ വെളിച്ചം വെച്ചിട്ട് ഒരു പരിപാടി കാണിക്കുന്ന ഒരു സീന്. ഞാൻ അതൊന്നും അങ്ങനെ സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അത്തരത്തിലുള്ള ഒരു ഫ്രെയിമൊന്നും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷോട്ട് ആംഗിളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ പ്രാവിൻകൂട് ഷാപ്പ് എന്നൊക്കെ എഴുതി കാണിക്കുന്ന അവരുടെ ആ ഒരു ബോർഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതി, അതൊക്കെ പകർത്തിയിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസും നല്ലൊരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ DOP വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഒരു ഷാപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരുവിധം സംഭവങ്ങളൊക്കെ നടക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റി തന്നെ കുറേ സംഭവങ്ങൾ നടക്കുന്നു. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചേസിങ് സാധനങ്ങൾ, ഇതൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ആസ് എ ഹോൾ സിനിമ എന്ന് പറയുന്ന സമയത്ത് വള്ളി പൊട്ടിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ല. ഷാപ്പിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെയുള്ള പാട്ട് കാര്യങ്ങൾ, അവരുടെ ഒരു മൂഡ്, അവരുടെ ഒരു എക്സ്പ്രഷൻസ്, അവരുടെ ഓരോ സംഭവങ്ങൾ, വയസ്സായിട്ടുള്ള രണ്ട് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. കിഡു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ കിഡു താനായിരുന്നു. അതുപോലെ തന്നെ ഇതിലൊരു മർഡർ മിസ്റ്ററിയാണ്. ഇത് ഈ മരിക്കുന്ന ആളെ കാണിക്കുന്ന സീക്വൻസുകൾ അത്യാവശ്യം ടെറർ സാധനങ്ങളായിരുന്നു. അതുപോലെ തന്നെ അതിനൊരു സ്റ്റോറി ഉണ്ടാവില്ല, എന്തിനു കൊന്നു എന്നുള്ള സ്റ്റോറിയൊക്കെ, ആ ഒരു സാധനമൊക്കെ പഴയ സാധനങ്ങളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്, സൗബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള സ്റ്റോറിയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ടൈമിൽ അവർക്ക് ഫ്രഷ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് അവർ ഇതിൽ എഴുതിയിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അവരതൊരു പുതിയൊരു സാധനമാക്കി മാറ്റി പഴയ ഒരു കഥ നമുക്ക് ഉമ്മറത്തേക്ക് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് 2.5 മണിക്കൂറൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ഭയങ്കര വലിപ്പിക്കലായിട്ട് തോന്നിയിരുന്നു. എപ്പോഴോ തീർക്കാമായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു കയറിനെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു സാധനങ്ങളൊക്കെ, അതൊക്കെ പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതും ഇന്നത്തെ പോലീസിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ. പക്ഷെ അവരത് ചെയ്തു വെച്ച് അവർ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ അതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വള്ളി പൊട്ടി എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഇത് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൽ സ്പോയിലർ ഉണ്ടാവും, ഈ ഒരു സംഭവം കാണാതിരിക്കുക. എന്തായാലും വള്ളി പൊട്ടി എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ, അവര് ഡാർക്ക് ഹ്യൂമർ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇനി നിങ്ങൾ അങ്ങോട്ട് ഊഹിച്ചോ എന്നൊക്കെ പറയുന്ന പരിപാടികളാണ്. ഇവൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ ഊഹിച്ചോ എന്ന് പറയുന്നതാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്പോയിലറാണ്. അപ്പോൾ എന്തായാലും പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ നോക്കൂ. OTT-യിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താവും. സിനിമ കണ്ടു കഴിഞ്ഞവർ ദയവായി ഈ ഒരു ബാക്കി ഭാഗം കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ചെമ്പൻ വിനോദ് സൗബിനോട് പറയുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്, വിവരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി സംഭവം ഓക്കെ, അയാളും മാജിക് പഠിക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാജിക്കിന്റെ ഒരു പരിപാടിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ ഒരു ഗസ്സാണ് അയാൾ പറയുന്നത്. ഓക്കെ, അത് അയാൾ സമ്മതിക്കുകയും ചെയ്തു, സൗബിൻ സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലൂവും ചെമ്പൻ വിനോദിനെതിരെ നിൽക്കുന്ന സമയത്ത് ഇനി ബാക്കി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഷാപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് തപ്പിയാൽ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സമയത്ത് ഈ ഷാപ്പ് മൊത്തത്തിൽ കത്തിപ്പോവാണ്. ആക്ച്വലി ബേസിൽ ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്ന സമയം എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതും പോരാണ്ട് ക്ലൈമാക്സിനകത്ത് സൗബിൻ വന്നിട്ട് സൗബിന്റെ ഭാര്യനെ
കത്തി കഴുത്തിന് വെച്ച് നിർത്തുന്ന പോയിന്റ്, ആ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സൗബിന് ആക്ച്വലി അവിടേക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം യാതൊരു ക്ലൂ ഇല്ല, ഒന്നുമില്ല. ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോയി ആകാലമ്പാവും എന്നുള്ളതല്ല. കാരണം ഇവർ രണ്ടുപേരും ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് അങ്ങനെയല്ല എന്നുള്ളത് അറിയുള്ളൂ. പിന്നെ എന്തിനാണ് സൗബിൻ ആ വീട്ടിലേക്ക് കയറി പോയത്? ആ ഒരു സീക്വൻസുകളൊക്കെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ പടം കുറെ കൂടി ട്രിം ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവരിപ്പോൾ എന്തോ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ, ചാവാൻ കിടക്കുന്ന സമയത്ത് തേഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വെക്കാനൊക്കെ നോക്കി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വർക്കായില്ല. എങ്ങനെ ഈ ബേസിൽ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതിനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതൊന്നും വിവരിക്കാണ്ട് ഇനി ബാക്കി ബേസിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നുള്ള പറഞ്ഞ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്നെ സംബന്ധിച്ച് ടെക്നിക്കൽ സൈഡ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ആസ് എ ഹോൾ സിനിമ എന്ന് നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് വർക്കാവാത്ത ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.